ഈ പൊങ്കാല വരികയാണല്ലോ. അതായത് മാർച്ച് മാസത്തിൻ്റെ തുടക്കത്തിലാണത് വരുന്നത്. പൊങ്കാലയ്ക്ക് വരുന്ന സഹോദരിമാർക്ക് അവർക്ക് ഈ മസ്ജിദുകൾ, അതുപോലെ തന്നെ ചർച്ചുകൾ, അതുപോലെ ഈ പൊങ്കാല ഇരിക്കുന്ന പൊങ്കാലയ്ക്ക് സഹോദരിമാരിയ്ക്കുമ്പോൾ അതിൻ്റെ സമീപത്തുള്ള വീടുകൾ, അവിടെ നിന്നൊക്കെയാണ് ഇവർ കുടിവെള്ളം ശേഖരിക്കുന്നതും അതുപോലെ തന്നെ വിശ്രമിക്കാനുള്ള സൗകര്യമൊക്കെ ഈ മസ്ജിദുകളൊക്കെ ഒരുക്കുന്നുണ്ട്. ചർച്ചുകളും എല്ലാം വിശ്രമിക്കാനുള്ള സൗകര്യമൊക്കെ ഒരുക്കുന്നുണ്ട്. ഈ വർഷം റമളാനിലാണ്, കഴിഞ്ഞ വർഷവും റമളാനിലാണ് ഈ പൊങ്കാല വന്നത്. അപ്പോൾ റമളാനിലാവുമ്പോൾ വിശ്വാസികൾ വേറെ ഒരു ടൈം ടേബിളിലാണ് പോകുന്നത്. അപ്പോൾ നമ്മുടെ ഈ റമളാൻ എന്ന് പറയുന്ന ഈ ഒരു സംഭവം, അതല്ലെങ്കിൽ ഈ ഒരു മാസം എന്ന് പറഞ്ഞാൽ അത് സാഹോദര്യവും സഹാനുഭൂതിയും എല്ലാം ജനങ്ങൾക്ക് കൂടുതൽ പങ്കുവെക്കേണ്ടുന്ന ഒരു മാസം കൂടിയാണ്. ജനങ്ങൾക്ക് നമ്മുടെ സ്നേഹം കൂടുതൽ അനുഭവിക്കാൻ കഴിയേണ്ടുന്ന ഒരു മാസം കൂടിയാണ്. അപ്പോൾ ആ ഒരു അർത്ഥത്തിലാണ് റമളാനെ നമ്മൾ കാണേണ്ടത്. അപ്പോൾ റമളാൻ ആയതുകൊണ്ട് നമ്മളെന്താണ്, ആളുകളെ ഇപ്പോൾ വിശ്വാസികൾ പകൽ വേളകളിൽ വെള്ളമൊന്നും കുടിക്കൂല. അങ്ങനെയാണല്ലോ റമളാൻ്റെ നോമ്പ് എന്ന് പറയുന്നത്. വെള്ളവും ഭക്ഷണമൊന്നും കുടിക്കാതെ ആണല്ലോ നോമ്പ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ നോമ്പ് വിശ്വാസികൾക്കുണ്ട്. പക്ഷെ അതോടൊപ്പം തന്നെ നമ്മുടെ വീട്ടിലേക്ക് കുടിവെള്ള ആവശ്യത്തിന് വേണ്ടിയിട്ട് ഈ സഹോദരിമാർ വരുമ്പോൾ അവർക്ക് കുടിവെള്ളത്തിന് വേണ്ടിയിട്ടുള്ള സൗകര്യം ചെയ്തു കൊടുക്കുക, ഇത് ഭക്തജനങ്ങളായിട്ടുള്ള സ്ത്രീകൾക്ക്. അതുപോലെ തന്നെ അവർക്ക് നമ്മുടെ വീടുകളുടെ ടോയ്ലറ്റുകളോ അതല്ലെങ്കിൽ ശുചിമുറികളൊക്കെ ഉപയോഗിക്കേണ്ടുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള സൗകര്യം ചെയ്തു കൊടുക്കുക. അത് പ്രത്യേകിച്ച് പറയണം. ഇപ്പം നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ ഭിന്നിപ്പിൻ്റേതായിട്ടുള്ള സ്വരങ്ങൾ പല കേന്ദ്രങ്ങളിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഭിന്നിപ്പിൻ്റേതായിട്ടുള്ള സ്വരങ്ങൾ വരുമ്പോൾ നമുക്ക് അതിനെ അതിജീവിക്കാൻ സാധിക്കണമെങ്കിൽ ഇതുപോലെയുള്ള പങ്കുവെപ്പിൻ്റേതോ ആയിട്ടുള്ള, അതല്ലെങ്കിൽ പരസ്പര സ്നേഹത്തിൻ്റേതായിട്ടുള്ള നല്ല ഒരു സംസ്കാരം നമ്മൾ വളർത്തിയെടുക്കണം. അതിലൂടെ മാത്രമേ നമ്മുടെ നാടിനെ അതിജീവിക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ ചുരുക്കം. മസ്ജിദിനോട് ചാരിയിട്ട് ഒരേ ചുമരിലാണ് ക്ഷേത്രമുള്ളത്. അതുപോലെ തന്നെ ഇതാ നമ്മൾ ചർച്ചും കാണുകയാണ്. അപ്പോൾ ഇതാണ് ഈ 3 ആരാധനാലയങ്ങൾ. ഇതിൻ്റെ ബാക്കിൽ വേറൊരു ചർച്ചും കൂടിയുണ്ട്. ഇങ്ങനെ ഈ 4 ആരാധനാലയങ്ങൾ തോളോട് തോൾ ചേർന്ന് നിൽക്കുകയാണ്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട, ഇതുപോലുള്ള കാഴ്ചകൾ നമ്മുടെ കേരളത്തിൻ്റെ മുക്കുമൂലികളിൽ വേറെയുമുണ്ട്. പക്ഷേ തിരുവനന്തപുരത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് തലസ്ഥാന നഗരിയാണല്ലോ. അപ്പോൾ തലസ്ഥാന നഗരി നമ്മുടെ മതസൗഹാർദ്ദത്തെ, കേരളത്തിൻ്റെ മതസൗഹാർദ്ദത്തെ പ്രതീകാത്മകമായിട്ട് അവതരിപ്പിക്കുന്നു എന്നുള്ളതാണ്.